എൻ്റെ പേര് ഫാദർ മാത്യു തണ്ടിയേക്കുടി. എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ അടിമാലി അടുത്ത് കൂമ്പമ്പാറ ഇടവക്കാരനാണ്. ഇടുക്കി രൂപതയിൽ കൂമ്പമ്പാറ ഇടവക്കാരനാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് കപ്പൂച്ചിൻ സഭയിൽ മലങ്കര കത്തോലിക്ക സഭയുടെ കീഴിലുള്ള കപ്പൂച്ചിൻ ആശ്രമത്തിലാണ്. സെൻറ്റ് ബേസിൽ കപ്പൂച്ചിൻ ആശ്രമം, മുണ്ടുകോട്ടയ്ക്കൽ, അതാണ് സ്ഥലത്തിൻ്റെ പേര്. പത്തനംതിട്ടയിൽ തന്നെയുള്ള സ്ഥലമാണത്. ഇവിടെയാണ് ഞാനിപ്പം എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ആശ്രമ ഗാർഡിയനായിട്ട് നിൽക്കുന്നു. എൻ്റെ ആശ്രമത്തിൻ്റെ ഇവിടെ ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മയും ഒക്കെ ഉള്ള ഞങ്ങളുടെ 5 പിള്ളേരുള്ള ഒരു വീടാണ് ഞങ്ങളുടേത്. അവിടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ആ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയിലൂടെ കിട്ടിയിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്നൊക്കെ പറയുന്നതാകും ശരി. ഞങ്ങളുടെയൊക്കെ ദൈവവിളിയിലൊക്കെ അത് ഞങ്ങളെ ഒരുപാട് ദൈവവിളി തുറന്നു തരുന്നതിനൊക്കിടയാക്കിയത് ആ ജപമാലയിലൂടെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ തന്നെയാണ്. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് അതൊക്കെ. മാതാപിതാക്കളാണ് ഞങ്ങൾക്ക് ആദ്യത്തെ ഞങ്ങളുടെ ജപമാല ഭക്തിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടവരുന്ന ആളുകൾ. അമ്മയുടെ അപ്പച്ചൻ്റെയൊക്കെ ആ ഒരു ജപമാല പ്രാർത്ഥന കണ്ടാണ് ഞങ്ങൾ വളർന്നത്. രാവിലെയും വൈകിട്ടുമുള്ള ഒരു പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനയിൽ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്ന ജപമാല പ്രാർത്ഥനയുണ്ട്. ഒപ്പം രാവിലെ ജപമാല ഞങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുമായിരുന്നു. അപ്പം അവരുടെ ഒരു ആത്മീയ ജീവിതം, കുർബാന മുടക്കാത്ത അവരുടെ ജീവിതമൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് ഈ നിലയിൽ ആക്കി തീർത്തതെന്ന് പറയുന്നതാവും ശരി. ജപമാല ചൊല്ലുവാൻ പഠിച്ചത് ഈ മാതാപിതാക്കളും തന്നെയാണ്. അവരുടെ പ്രാർത്ഥനാ ചെയ്ത് ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥന ചെയ്തതിന് എന്തിനു പോയാലും മക്കളെ നിങ്ങൾ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചോണം, അതിന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ ജപമാല തന്നെയാണ്. അപ്പോൾ ഈ ജപമാലയിലൂടെ തുടങ്ങി വെച്ച ആ പ്രാർത്ഥന മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വഴികളും തുറക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കണ്ടിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് അവർ തന്നെയാണ് ആദ്യമേ കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് പറയും. അതിനുശേഷം എൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് സിസ്റ്റേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം അവിടെയാണ് എൻ്റെ ആദ്യത്തെയൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടം 7ാം ക്ലാസ് വരെ ഉള്ളതൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ CMC സിസ്റ്റേഴ്സാണ് ഞങ്ങൾക്ക് ഫോർമേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ കർമ്മലത്ത മാതാവിൻ്റെ ആ ഒരു ഭക്തി ഈ ജപമാലയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവരൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇടവകയിലൊക്കെ ആണെങ്കിലും അൾത്താരബാലനൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഇടവക വൈദികരും അന്ന് വന്നിരുന്നവരൊക്കെ ഞങ്ങൾക്ക് ഈ ജപമാലയെക്കുറിച്ച് ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ തലങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. എങ്കിലും പിന്നീട് ഉള്ള സമയം എന്ന് പറഞ്ഞു വരുന്നത്, ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് പിന്നീട് ഒരു 19 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചെറിയ രീതിയിലൊക്കെ ഞാൻ ആത്മീയതയിൽ പുറകിലേക്ക് പോയെങ്കിലും പിന്നീട് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നു. ഒരു ഹൈ റേഞ്ച് മേഖലയിലെ ഒരു ധ്യാനം, ഒരു കൺവെൻഷൻ വന്നു ജെയിംസ് മാഞ്ഞാക്കലച്ചൻ്റെ. അതിനൊരുക്കമായിട്ട് ഒരു ധ്യാനം അവിടെ VV അഗസ്റ്റ് ഇടുക്കി തങ്കച്ചെന്ന് പറഞ്ഞ ബ്രദറിൻ്റെ ഒരു ധ്യാനം വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ധ്യാനം പിന്നീട് വന്ന എൻ്റെ യൗവനകാലത്ത് ഈ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മ എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് അന്ന് കിട്ടുണ്ടായി. അതാണ് രണ്ടാമത്തെ എൻ്റെ ഒരു തലം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ചതിട്ട് പോലും. അതിനു മുമ്പ് വരെ എനിക്കൊരു സെമിനാരി ചേരണമോ അധികനാണെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷേ ഈ ജപമാല അത് എൻ്റെ വഴികളിൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ വഴി തുറക്കുന്നതിന് ഇടയായി എന്നാണ് എനിക്ക് പറയാനുള്ളത് തരത്തിൽ. ജപമാല ഭക്തിയിൽ ആഴപ്പെടുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു വരുന്നത് എൻ്റെ ദൈവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എൻ്റെ ധ്യാനം ഞാൻ പങ്കെടുത്ത സമയത്താണ് പൂർണ്ണമായിട്ടും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറി വന്നത്. അപ്പോൾ അന്ന് മുതൽ ആ ചിന്ത കയറി വന്ന സമയത്ത് ആണ് എൻ്റെ അപ്പച്ചന് സമ്മാനമായി കിട്ടിയ മാർട്ടിൻ ഡി പോറസിൻ്റെ ഒരു ജീവചരിത്രം വായിച്ചപ്പോൾ അങ്ങനെ ഒരു സെമിനാരി ജീവിതത്തെക്കുറിച്ച് ചിന്ത മനസ്സിൽ കയറി വന്നു, സമർപ്പണ ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ അതിനകത്ത് ആ വിശുദ്ധം പറയുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഒരു ഭക്തി ഉണ്ടായിരുന്നു. ജപമാല ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ നിങ്ങൾ നന്മ നിറഞ്ഞവരായി തീരുന്നു. അങ്ങനെ അപ്പോൾ ആ ഒരു ചിന്തയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൈവവിളിയുമായി ബന്ധപ്പെട്ട് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ സമർപ്പണ ജീവിതം എന്നുള്ള ചിന്ത കയറി വന്നപ്പോൾ അത് എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആരും എനിക്ക് പറഞ്ഞു തരാനുണ്ടായില്ല ആ സമയത്തൊക്കെ. അപ്പോഴാണ് അസിസി മാഗസിൻ കിട്ടുന്നതും അതിനകത്തൊരു അഡ്രസ്സ് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്യാമ്പിന് പങ്കെടുക്കുന്നതും ഒക്കെ. പക്ഷെ ആ ക്യാമ്പിൽ എനിക്ക് സെലക്ഷൻ ഒന്നും കിട്ടിയൊന്നുമില്ല.
അപ്പോൾ അതെനിക്ക് ഭയങ്കര വേദനയായി. ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ജപമാല ചൊല്ലി തന്നെ പ്രാർത്ഥിക്കുക. കാരണം ആ ധ്യാനത്തിലൂടെ കിട്ടിയ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു ജപമാല ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിച്ച് കിട്ടുമെന്നുള്ളത്. അങ്ങനെ ജപമാല തന്നെ ചൊല്ലി ആ ദിവസങ്ങൾ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. കാരണം എനിക്ക് അത്രയേറെ തമ്പുരാന് വേണ്ടി അങ്ങ് ഒരു മിഷണറി ആയി പോയി ലോകം മുഴുവൻ പോവുക, സുവിശേഷം പ്രസംഗിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ജപമാല അന്ന് തുടങ്ങി, അന്ന് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അന്ന് കിട്ടുകയാണ്. അപ്പം അങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് ഞാനൊരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ ഒരു കപ്പുച്ചൻ വന്ന് എനിക്ക് ഒരു ഒരു കത്ത് തരുന്നതും അവിടെ വന്ന് ചേരണമെന്ന്, പെട്ടെന്ന് സമയമായി, പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ ബ്രദറിനോട് ഞാൻ ഈ കാര്യം പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഊണ് കഴിക്കുന്ന സമയത്താണ് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുറത്ത് പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ട് തരികയാണ്. എൻ്റെ പേര് വിളിച്ച് കത്ത് കൊണ്ട് തരിക. അങ്ങനെ ആ കത്തിൽ ഈ സെലക്ഷനാണ്, എത്രയും പെട്ടെന്ന് ചെല്ലണം, സമയം ഒത്തിരിയായി എന്ന് പറഞ്ഞോളൂ. അത് ആലുവയിലായിരുന്നു ഞങ്ങളുടെ പ്രൊമോഷൻ ഇട്ട സമയത്ത്. അപ്പോൾ പെട്ടെന്ന് പിന്നെ വികാരിച്ചിനെ കണ്ട് ലെറ്ററൊക്കെ മേടിച്ച് അങ്ങനെ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ആ ഒരു ജപമാല പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വഴിത്തിരിവായിട്ടുണ്ട്. പിന്നീട് ഞാൻ പിന്നെ ഓർക്കുന്നുണ്ട്, എൻ്റെ സഹോദരിമാരൊക്കെ ദൈവവിളി കിട്ടി പോയിട്ടുള്ളവർ 2 പേര്. എനിക്ക് 2 സഹോദരിമാരാണ്. അവർ 2 പേരും മഠത്തിൽ സിസ്റ്റർമാരാണ്. അതിൽ ഒരാൾ മിണ്ടാമഠത്തിലെ കൊല്ലത്താണ്, ഒരാൾ ഇവിടെ മല്ലപ്പള്ളി അടുത്ത് ഒരു സേക്രഡ് ഹാർട്ടിൻ്റെ ഒരു കോൺഗ്രിഗേഷനിലാണ് അവർ ചേർന്നിരിക്കുന്നത്. അപ്പോൾ 2 പേരും ഒരു ഒത്തിരി ജപമാല ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് മുമ്പേ അവർ പോയവരാണ്. അപ്പോൾ അവരെന്നോട് പറയുമായിരുന്നു, മോനെ ഇന്നിങ്ങനെ പ്രാർത്ഥിച്ചാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കലർത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലായി, പരിശുദ്ധ അമ്മയിലൂടെ ജപമാലയിലൂടെ മാത്രമല്ലാതെ വേറെ മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന്. അപ്പോൾ ആ സമയത്താണ് എനിക്കങ്ങനെ മനസ്സിൽ അഗാധമായൊരു ചിന്ത കയറി വരുന്നത്, ഞാൻ ജപമാല ചൊല്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതം ഉണ്ടാകാൻ പാടില്ല. അതൊരു നിത്യരക്ഷയ്ക്ക് സ്വർഗത്തിനൊക്കെ അത് ആവശ്യമാണ്. ദൈവവിളി നിൽക്കുന്നതിന്, സമർപ്പണ ജീവിതത്തിൽ നിൽക്കുന്നതിന് ജപമാലയല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള ചിന്ത അന്ന് നന്നായി കയറിക്കൂടി. അതിപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ജപമാല ചൊല്ലാത്ത ഒരു ദിവസം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ എണ്ണം കൂടി. പിന്നീട് വരുന്ന സമയങ്ങളിലൊക്കെ പിറ്റേത്തെ കുർബാനയ്ക്ക് വേണ്ടിയൊക്കെ ഞാൻ ഒരുങ്ങുന്ന സമയത്തൊക്കെ അന്നത്തെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരു ജപമാല ഇന്ന് ചൊല്ലി കാഴ്ചവെക്കും. ഒരുക്കമാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ദൈവവിളിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജപമാല ആഴപ്പെടാനായിട്ട് എനിക്ക് ഇടവന്നത് എന്നാണ് എനിക്ക് വലുതായിട്ട് ഓർക്കണം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം അതാണ്. എൻ്റെ സെമിനാരി ജീവിതകാലത്ത് പരിശുദ്ധ അമ്മയോടുള്ള ഒരു തീക്ഷ്ണത, പ്രാർത്ഥന ജപമാലയുടെ വർദ്ധിപ്പിച്ച് വരാൻ മറ്റൊരു കാരണം ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടും പിന്നീട് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു തീവ്രമായിട്ടുള്ള ഒരു സന്യാസ ബ്രദറായിട്ട് മാറി ലോകം മുഴുവനും പോയി ഒരു സുവിശേഷ പ്രഘോഷണം നടത്തി ആത്മാക്കളെ നേടുക എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പോൾ അതിന് എപ്പോഴും എൻ്റെ മനസ്സിൽ കയറി കിടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. അപ്പോൾ അതിന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു വരുന്നത് ജപമാല ആയതുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ അന്നാണ് വൈദികർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കണം, സന്യാസികർക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ജപമാല പ്രാർത്ഥന. ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നമുക്കുണ്ടെങ്കിലും കുഞ്ഞുനാൾ മുതൽ ശീലിച്ചതും പിന്നെ അനുഭവത്തിലൂടെ കടന്നു വന്നതുമായിട്ടുള്ള പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഓരോ നന്മ നിറഞ്ഞ മറിയും എന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോഴും നന്മ നിറഞ്ഞവരാക്കി മാറ്റാനും അതുപോലെ വിശുദ്ധരാക്കി മാറ്റാനും ആ പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് ഒത്തിരി വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ വായിച്ചു. അപ്പോൾ അവരിലൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, അവരെല്ലാം പരിശുദ്ധ അമ്മയോട് അഗാധമായ മാതൃഭക്തി ഉണ്ടായിരുന്നവരും ജപമാല ചൊല്ലുന്നവരുമായിരുന്നുള്ള ബോധ്യം എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധനാകാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിലും ആത്മാക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിലും ജപമാലയോട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അപ്പം ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ്, എൻ്റെ സെമിനാരി പഠനം കഴിഞ്ഞു. ഞാനൊരു ബ്രദറൊക്കെ ആയി വേറെ സ്ഥലത്ത് കട്ടപ്പന എന്ന് പറഞ്ഞൊരു ആശ്രമത്തിന് ഞാൻ മെമ്പറായി. അപ്പം അന്ന് അവിടെ ആകാശപ്പറവ പോലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ അച്ഛൻ തന്നെ നടത്തുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു, അങ്ങനെ എനിക്ക് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു മേഖല അവിടെ തുറന്നു കിട്ടി. അപ്പോൾ അന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി, കാരണം അവിടെ ഒത്തിരി ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു ജപമാലയെങ്കിലും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അന്നത്തൊക്കെ ചെയ്യാൻ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചൊല്ലി കാഴ്ചവെക്കുന്നു. അപ്പോൾ തലേദിവസം തന്നെ അതിന് വേണ്ടി ജപമാല ചൊല്ലി ഒരുങ്ങും.
പിറ്റേന്ന് രാവിലെ ഒരു ജപമാല കൂടി ചൊല്ലി ഇട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അങ്ങനെ ജപമാല ചൊല്ലി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വഴികളൊന്നും അടഞ്ഞു പോയിട്ടില്ല. ചില സമയത്ത് കുറേ സാധനങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും തുറന്ന് കിട്ടുന്നതായിട്ടാണ് എനിക്ക് അന്നേരം മോശമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് അന്നേരം ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് ഒരു കാര്യം സാധിക്കണം. അതിന് ഒരു പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന ചൊല്ലി അവിടെ ഇടുക. അപ്പം അങ്ങനെ ഒരു ചിന്ത ഒരു അച്ഛനിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തപ്പോൾ അത് തന്നെ ഒരു വിത്തിടുന്നത് പോലെ ഒരു പ്രാർത്ഥന ഇട്ടേച്ചു പോവുക. അപ്പോൾ നമുക്ക് ഉറപ്പുള്ള പ്രാർത്ഥന ജപമാലയാണ്, അറിയാവുന്ന പ്രാർത്ഥന അതാണ്. അതുകൊണ്ട് ഈ ജപമാല ഒരു ഒരു വിത്ത് പോലെ പ്രാർത്ഥിച്ച് ഇട്ടിട്ട് അങ്ങ് പോവുക. അപ്പം എന്തെങ്കിലും കാര്യം ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതുപോലെ ഒരു പ്രാർത്ഥന ഇട്ടേച്ചു പോവുക എന്നുള്ളതാണ്. അപ്പം ആ സമയങ്ങളിൽ ആ ഒരു ശുശ്രൂഷ വളരെ ശക്തമായിട്ട് പോയി. അങ്ങനെ അതിനോടൊപ്പം തന്നെ ചില കുഞ്ഞു കുഞ്ഞു ധ്യാനങ്ങളൊക്കെ ചെയ്യാനുള്ള, വചനം പ്രസംഗിക്കാനുള്ള ഒരവസരം, വേദിയൊക്കെ അവിടെ ഒരുക്കി വന്നു. അങ്ങനെ വചനം പഠിക്കാനും വചനം പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഓരോ ശുശ്രൂഷയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ 2 ജപമാലയെങ്കിലും ചൊല്ലിയിട്ടാണ് അതിനുവേണ്ടി കാഴ്ചവെച്ചിട്ടാണ്. കാരണം നമ്മളെക്കൊണ്ട് പറ്റുകയില്ല ഈ കാര്യം ചെയ്യാനായിട്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ സെമിനാരിലേക്ക് എൻ്റെ ഡേവിഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ, എൻ്റെ വഴിത്തിരിവായത്. അപ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ വിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ വിക്കൊക്കെ ആ ധ്യാനത്തെ സമയത്ത് മാറി. അപ്പോൾ അത് മാറിയതിന് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ, എന്നോട് അന്നത്തെ ആ ധ്യാനം നടത്തിയ ബ്രദർ എന്നോട് പറഞ്ഞു, ഈ ജപമാലയിലൂടെയാണ് നമുക്ക് എല്ലാത്തിനെയും മാറ്റാൻ സാധിക്കുമെന്ന് പറയും. അങ്ങനെ മാറിക്കിട്ടി. അപ്പോൾ എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു, ഈ വചന പ്രഘോഷണ മേഖലയിൽ കടന്നു വന്നു കഴിയുമ്പോൾ അത് ചെയ്യണമ്പോൾ അതിന് മുമ്പ് ഈ ജപമാല ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാൽ മാത്രം മതി. അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു ധ്യാനങ്ങൾക്ക് പോകാനും വചനം പ്രസംഗിക്കാനും ഒക്കെ എനിക്ക് ഇടയായത് എന്ന് പറയുന്നതാവും ശരി. പിന്നെ അങ്ങോട്ട് ആ ഒരു മേഖലയിലൂടെ ഞാൻ കടന്നു വന്നു. പിന്നെ സ്ഥലം മാറി തിരുവനന്തപുരം എന്നൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ചാണ് എൻ്റെ ശുശ്രൂഷ മേലെ കുറച്ചുകൂടെ വലുതായി. ഞാനൊരു ബ്രദറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ബ്രദറോട് എടുത്ത് ബ്രദറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആകാശപ്പറവയുടെ കുറേ മേഖല എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലെ ഇടവകളിൽ ധ്യാനങ്ങൾ നടത്താനുള്ള ഇത് കിട്ടി. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച ജപമാല കൈ മുറുകെ പിടിച്ചിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനോ കൗൺസിലിങ്ങിനോ ഒക്കെ വരികയാണെങ്കിൽ ആദ്യമേ തന്നെ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ ഒരു വിശുദ്ധ കുർബാന മുമ്പിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജപമാല ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കിക്കേ, അതിന് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പോൾ ആ സമയങ്ങളിലാണ് എൻ്റെ ധ്യാന ശുശ്രൂഷ മേഖല കുറേ കൂടിയൊക്കെ വലുതാകാനായിട്ട് ഇടവന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് എൻ്റെ മനസ്സിൽ അത് വളരെ ശക്തമായിട്ട് ഇപ്പോഴാണെങ്കിലും ധ്യാന ശുശ്രൂഷ നിർവഹിക്കപ്പെടുമ്പോഴൊക്കെ അതെനിക്ക് ബോധ്യം, ഈ ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ സമയത്താണ് ഈ എൻ്റെ ധ്യാന ശുശ്രൂഷകളും അതുപോലെ തന്നെ ആകാശ ശുശ്രൂഷകളൊക്കെ കുറേ കൂടി ശക്തമായപ്പോൾ അന്നാണ് എൻ്റെ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞിരുന്നത്, ഒരു വൈദികനാകുന്നത് നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയായി പിന്നീട്. അപ്പോൾ എൻ്റെ സഹോദരിമാരാണ്, പ്രത്യേകിച്ച് എൻ്റെ മിണ്ടാമഠത്തിലെ എൻ്റെ ചേച്ചിയാണ്, ചേച്ചി സിസ്റ്ററാണ് എന്നെ ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഇളയ സഹോദരി സിസ്റ്റർ തെരേസ്, പുള്ളിക്കാരത്തിയും ഇങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അവർ എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി ഓരോ ദിവസവും വിശുദ്ധ കുർബാന മുന്നിൽ നിന്നുകൊണ്ട് വൈദികനാകുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയങ്ങളിൽ എൻ്റെ ഉള്ളിലെ തീഷ്ണത കുറേ കൂടി വൈദികനാകാൻ, ആത്മാക്കളെ നേടുവാനുള്ള ഇതുകൂടി. അങ്ങനെ ഞാൻ എൻ്റെ പ്രൊഫഷണൽ അച്ഛനോട് പറയുകയും പിന്നെ അതിനുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തി. അപ്പോൾ ആ സമയത്ത് ചില തടസ്സങ്ങളുണ്ടായെങ്കിലും ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ സഹോദരിമാർ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് മോനെ ഒരു കാര്യം ചെയ്യുക, ഒരു നിയോഗം എന്ന പോലെ ഒരു ദിവസം ഇത്ര ജപമാല എന്നോണം കരുതി നീ ഈ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ സഹോദരിമാർ, അതായത് സിസ്റ്റർ സഹോദരിമാർ അവരങ്ങനെ പറഞ്ഞപ്പോൾ അവരും എനിക്ക് വേണ്ടി ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും ആരോടും പറയാതെ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ആ ശേഷമാണ് എൻ്റെ പ്രൊഫഷണലിനോട് കാര്യം അവതരിപ്പിക്കുന്നതും പിന്നീട് അതിനുവേണ്ടി വഴി തുറക്കുന്നതും. അന്ന് എനിക്ക് മനസ്സിലായി, ഈ വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് വൈദികനാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജപമാല ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടുമെന്ന് അന്നാണ് യഥാർത്ഥത്തിൽ എനിക്കത് മനസ്സിലായിട്ടുള്ളത്. പിന്നീട് വന്ന് ഞാൻ വൈദികനായതിന് ശേഷമുള്ള എൻ്റെ ജീവിതകാലയളവ് മുഴുവനും ഒരു ജപമാല പോലും ചെല്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ആ കുർബാന ബലിയർപ്പിക്കുന്നതിന്
ഏറ്റവും കൂടുതൽ അനുഗ്രഹപ്രദമായി ബലിയർപ്പിക്കുന്നതിന് ആ ജപമാല പ്രാർത്ഥന എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആ കുർബാനയ്ക്ക് കയറുമ്പോൾ തന്നെ ഓർമ്മിക്കാൻ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും ചില സമയത്തൊക്കെ. പക്ഷേ പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ മറന്നു പോകും. പക്ഷേ ഈ ജപമാല ചൊല്ലിയിട്ട് നമ്മൾ ആ അൾത്താരയിലേക്ക് ഞാൻ കയറുമ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വന്ന് കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന്, അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനൊക്കെ എനിക്ക് ഇടയായിട്ടുണ്ടെന്നുള്ള. പിന്നീട് എൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വൈദികനായ ശേഷം എൻ്റെ വീട്ടിൽ കുറേ എൻ്റെ അമ്മ മരിച്ചു. അപ്പം അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ജപമാല ചൊല്ലുന്ന ഒരാളാണ് അമ്മ. അപ്പം ആ സമയത്തൊക്കെ അമ്മ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യമുള്ള സമയത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് വൈദികരുടെ കുപ്പായങ്ങളൊക്കെ കഴുകി കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അന്നേരമൊക്കെ അമ്മയുടെ മനസ്സിൽ വൈദികർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇടവകൈതിർ പറഞ്ഞിട്ടുണ്ട്, അമ്മ തുണി കഴുകാൻ പോകുമ്പോഴൊക്കെ ജപമാല നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോകുന്നതെന്ന് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ വൈദികർ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ അമ്മയോട് പറയുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വലിയ പ്രാർത്ഥന, ജപമാലയിൽ വേറെ പ്രാർത്ഥന അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് അമ്മ ഈ ജപമാല ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സഹായമായിരുന്നു. അപ്പോൾ എൻ്റെ എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയോട് തന്നെയാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ജപമാല ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് വന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു മരണമുണ്ട്. അപ്പോൾ എന്നെ വൈദിക ജീവിതത്തിലേക്ക്, സേനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രേരണ നൽകിയത് എൻ്റെ ബ്രദറാണ്. ആ ബ്രദർ 2017 കിഡ്നി ഫെയിലറായി മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം വലിയൊരു ഷോക്കായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, വീട്ടിലെ കുഞ്ഞു പ്രാർത്ഥനാ മുറിയുണ്ട്, പ്രാർത്ഥന വരുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ മാതാവിനെ കാണുകയും മാതാവ് പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് വരുന്നതായിട്ടൊക്കെ കണ്ടു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നീട് എൻ്റെ ആശ്രമത്തിലേക്ക് പോന്നു. പിന്നീട് പിറ്റേന്ന് ചേട്ടൻ മരിക്കുകയും ചെയ്തു ഏട്ടൻ കാണുക. അപ്പോൾ അതിൻ്റെ സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ മരണം എനിക്ക് വല്ലാതെ ഷോക്കായി പോയായിരുന്നു. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് എൻ്റെ ചേട്ടത്തി ഒരുപാട് പ്രാർത്ഥിക്കും, എൻ്റെ സഹോദരിമാരെല്ലാം പ്രാർത്ഥിക്കും. അപ്പോൾ ചേട്ടത്തി തന്നെ എന്നോട് പറഞ്ഞു, അച്ഛാ അത് സാരമില്ല, മാതാവ് കൂടെ ഉണ്ടല്ലോ, ഇന്ന് വഴി നടത്തും എന്നൊക്കെ ചിന്ത. ഇന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഞാൻ പരിശുദ്ധ അമ്മയോട് ആ നിമിഷം മുതൽ പ്രാർത്ഥിച്ചു. ഒരിക്കലും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, മോനെ സാരമില്ല, ചേട്ടൻ സ്വർഗത്തിലുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറി വന്നു. അതോടുകൂടിയാണ് എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ഭാരം ഒഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ഒരു സ്വപ്നം കണ്ടു, മാതാവ് അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ടും ചേട്ടൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ടും. അതിനുശേഷമുള്ള എൻ്റെ മനസ്സിൻ്റെ ഭാരം ഒഴിഞ്ഞുപോയി. പിന്നീട് എൻ്റെ അപ്പച്ചൻ്റെ മരണമായിരുന്നു. 2021 അപ്പച്ചൻ പ്രായം ചെന്ന് മരിച്ചതാണ്. അപ്പോൾ അപ്പച്ചന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഓർമ്മയൊക്കെ പോയ സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എന്നും അപ്പച്ചൻ ആഗ്രഹിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന് കുർബാനയ്ക്ക് പോകുക, 2 ജപമാല മുടക്കാതിരിക്കുക. ഓർമ്മ കുറഞ്ഞ സമയത്ത് പള്ളിയിൽ നിന്ന് വിടാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അന്നേരം രാവിലെ എഴുന്നേക്കും, ഓർമ്മയില്ല, പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എഴുന്നേക്കും. പക്ഷേ പള്ളി വിടാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ജപമാല കഴുത്തിലൊക്കെ ഇട്ടും, പക്ഷെ ചെല്ലാൻ ഓർമ്മയില്ലാത്തത്. പക്ഷേ കൈ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചൊല്ലി ശീലമുണ്ടായിരുന്ന, ജപമാല പിടിച്ചിങ്ങനെ ശീലമുണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ അത് മൂവ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ അവരുടെ മനസ്സിലിങ്ങനെ ആ ചിന്ത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പച്ചൻ്റെ മരണസമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അപ്പച്ചൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു ഈശോ മറിയ ഔസേപ്പേ അൽമാ കൂട്ടായിരിക്കണമേ എന്ന് ആ ഒരു അവസാന നിമിഷത്തെ പറഞ്ഞു കൊടുത്ത് അപ്പച്ചൻ മരിക്കുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ മകൻ വൈദികനായി നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മക്കളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തുമാണ് അപ്പച്ചൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ആ ഒരു ഇത് ഇന്നും എനിക്ക് മറക്കാൻ കഴിയാത്തൊരു ജപമാലയുടെ സാന്നിധ്യം പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് അപ്പച്ചനെ കൊണ്ടുപോയി എന്നുള്ളത് എന്നെ ഇന്നും ഒരു വലിയ ബലമായിട്ട് കിടപ്പുണ്ട്. അത് വലിയ ദുഃഖമായിട്ട് എനിക്ക് പിന്നീട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതൊക്കെ എൻ്റെ വൈദിക ജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും ഒക്കെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവങ്ങൾ കിടക്കുകയാണ്. എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെയാണ്. അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിറ്റേ ദിവസത്തെ കുർബാനയ്ക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അവസാനിപ്പിക്കുന്നതും തന്നെ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഞാൻ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും എനിക്കുള്ളതും ഈ ജപമാലയെക്കുറിച്ച് തന്നെ മാത്രമാണ്.
പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള എൻ്റെ ജീവിതത്തിൽ ബലം നൽകിയ ഓരോ സമയങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷ മേഖലകൾ, പ്രത്യേകിച്ച് ഞാനായിരിക്കുന്ന എൻ്റെ ഈ ആശ്രമം, ഇവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷകൾ, ഇതൊക്കെ അതുപോലെ ധ്യാനത്തിൽ പുറത്തു പോകുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന അതൊക്കെ ഞാൻ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ജപമാലയെക്കുറിച്ചാണ്. ഒരു വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു ധ്യാനം നടക്കുന്ന സമയമാണ്. അപ്പോൾ വലിയൊരു മഴയും പ്രകൃതിയൊക്കെ മാറി നിൽക്കുന്ന വലിയ സമയത്താണ്. അപ്പോൾ അതിന് കറണ്ടൊക്കെ പോയി. ഞാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറഞ്ഞ ഒരു വലിയൊരു ഓഡിയൻസാണ്. ഞാൻ എല്ലാവരും കൂടി പറഞ്ഞു, നമുക്ക് ജപമാല ചൊല്ലിയൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കാം. ആകെ എനിക്ക് അവിടെ പ്രസംഗിക്കാൻ ഒരു 1.5 മണിക്കൂറാണ് എൻ്റെ ഈക്കുള്ളൂ. വലിയൊരു ഓഡിയൻസാണ്. ഞാൻ എല്ലാവരോടും കൂടി പറഞ്ഞിട്ട് കാര്യം നമുക്ക് ജപമാല ചൊല്ലിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ആ കാലാവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചു. പക്ഷേ ഞങ്ങൾ ജപമാല പ്രാർത്ഥന നിർത്തിയില്ല. അതായിരുന്നു അന്നത്തെ വചനപ്രഘോഷണം എന്ന് പറയുന്നത്. ശരി, അത് അന്ന് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും അങ്ങനെ ചെയ്തതെങ്കിലും അത് എൻ്റെ ജീവിതത്തെ വലിയൊരു റീതിങ്കിങ്ങിനിടയാവുന്നു എൻ്റെ ശുശ്രൂഷ മേഖലയിൽ. അത് മാത്രമല്ല, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പിന്നീട് വരുന്ന എൻ്റെ എല്ലാ ശുശ്രൂഷകളിലുമൊക്കെയും ജപമാല ചൊല്ലിയതിന് ശേഷം മാത്രമാണ് ഞാനത് ഓരോ കാര്യങ്ങളും ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ ആത്മീയ മേഖലകളിൽ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വിശുദ്ധനാകാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അത് പരിശുദ്ധ അമ്മയോടാണ് ഞാനത് പ്രാർത്ഥിക്കുക. ഓരോ പ്രാവശ്യവും ഞാൻ ഈ ജപമാല കയ്യിലെടുക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത് ഈ ജപമാലയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഓരോ പ്രാവശ്യം ചൊല്ലിക്കൊള്ളുമ്പോഴും നന്മ നിറഞ്ഞവൻ വിശുദ്ധനാക്കി എന്നെ മാറ്റുന്നു എന്നുള്ളത്. അതെനിക്ക് കിട്ടിയത് വിശുദ്ധ മാർട്ടിപ്പോസ് ജീവിതത്തിൽ നിന്നുമാണ്. അപ്പോൾ അതുപോലെയൊക്കെ ആയിത്തീരാനാണ് അന്ന് ആഗ്രഹിച്ചതെങ്കിലും ഇന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അനേക വിശുദ്ധർ എനിക്ക് മാതൃകയായിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരുടെ ജീവിതത്തിൽ ഇത് കാണുന്നത് ഈ ജപമാലയിൽ കടന്നുപോയിട്ടുള്ളവരാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുരോഗമിക്കുവാൻ എനിക്ക് ഇട വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ കാരണം ഇതാണ്. ഞാൻ ഒരു സംഭവം ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഞാനൊരു ധ്യാനത്തിനായി ഞാൻ പോകുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് ഞാനും ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ കാലാവസ്ഥയൊന്നും അത്ര അനുകൂലമല്ല. ഒരു മഴയുടെ സമയമാണ്. ഈസ്റ്ററിന് ഒരുക്കമായിട്ടുള്ള ധ്യാനം നടത്താനാണ് പോകുക കോട്ടയം അടുത്തുള്ള സ്ഥലത്ത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ജപമാല ചൊല്ലിയോട് പറഞ്ഞു പ്രാർത്ഥന നടക്കുന്ന കാര്യങ്ങളെ ഒക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. ആ കോൾ എന്ന് പറയുന്നത് എൻ്റെ ധ്യാനം നേരത്തെ കൂടിയിട്ടുള്ള ഒരു കുടുംബമാണ്, ഒരമ്മയാണ്. അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ പേഷ്യൻ്റായി കിടക്കുന്ന സമയമാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചാൽ ഒന്ന് എൻ്റെ ഹസ്ബൻഡ് ആകപ്പാട് ഒരു വലിയ വിഷമസ്ഥിതിയിൽ കിടക്കുകയാണ്, ബഹളം വെച്ച് കിടക്കുകയാണ്, ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർമാർ പറയുന്നത്. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാമോ, എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ കൂടെയുള്ള സഹോദരൻ ഒരുമിച്ച് ഞങ്ങൾ വണ്ടിക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ആ സമയത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു പരിശുദ്ധ അമ്മയ്ക്ക് പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ കട്ട് ചെയ്തു. അവിടെ പിന്നെ അടുത്ത നിമിഷത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ് ശരിയായി, കുറച്ചെന്തെങ്കിലും പറയണമായിരുന്നു. പെട്ടെന്ന് അമ്മ ഒരു ബോധ്യം തന്നതാണ്. ഞാനിങ്ങനെ ജപമാല മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബോധ്യം തന്നു. അപ്പോൾ വീണ്ടും ഒന്ന് വിളിക്കാൻ. അങ്ങനെ വീണ്ടും ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം സ്ഥിതി അതുപോലെ തന്നെ കിടക്കുകയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഈ മൊബൈൽ ലൗഡ് സ്പീക്കർ ഇടുക, അടുത്തിരിക്കുന്ന മൊബൈൽ, എന്നെ വിളിക്കുന്ന മൊബൈൽ, എന്നിട്ട് ഞാൻ കുറച്ച് പ്രാർത്ഥന ചൊല്ലും, അത് കേൾക്കാൻ പരുവത്തിന് നിൽക്കണം. പിന്നെ കുറച്ച് ഹന്നാമകളും ഉണ്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഈശോ മറിയ യോസേപ്പേ എൽമൽക്കൂട്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാവിൽ വെച്ച് കൊടുക്കാനായിട്ട് ഞാനങ്ങനെ ആവശ്യപ്പെട്ടു. എനിക്ക് എൻ്റെ മനസ്സിൽ അന്നേരം പരിശുദ്ധമ്മ പറഞ്ഞു തന്നൊരു ചിന്ത എന്ന് പറയുന്നത് ഒരു അബ്സല്യൂഷൻ, ഒരു പാപമോചന പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി ഒരു പാപമോചന പ്രാർത്ഥന ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ അങ്ങനെ കൊടുത്തു. ഒരു അബ്സല്യൂഷൻ കൊടുത്തു, പാപമോചനം ഫോണിൽ കൂടെ തന്നെ കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും അദ്ദേഹത്തിന് ശാന്തമായി, അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അദ്ദേഹം ശാന്തമായി ഉറങ്ങുകയാണെന്ന് തോന്നുന്നു, ശാന്തമായി എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ എൻ്റെ ധ്യാനത്തിന് പോയി. ആ ധ്യാനം തീർന്നു കഴിഞ്ഞപ്പോൾ രാത്രി തന്നെ ഫോൺ വന്നു, അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ശാന്തത്തിലേക്ക് പോയത് അദ്ദേഹം പതിയെ മരണത്തിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ്, ശാന്തമായിട്ട് മരിച്ചു എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അവരും ആ സമയത്ത് നല്ല ജപമാല പ്രാർത്ഥനയിലായിരുന്നു. അതാണ് ഇവരും ഒരു കുടുംബം മുഴുവനും പരിശുദ്ധമായി സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അപ്പോൾ ഞാനത് ഓർക്കുന്നതാണ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അത് നടക്കുന്നത്. അത് എൻ്റെ ഒരു വൈദിക ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായി തോന്നുന്നു. ഞാൻ ഇന്ന് വൈദികരോട് ഇത് പറയാറുണ്ട്, എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയ്ക്ക് ജപമാല ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശുശ്രൂഷ ഏത് കാര്യമാണെങ്കിലും ചെയ്ത് നോക്കിക്കുകയും അത് അത്ഭുതകരമായ ഒരു ശാന്തത കൈവരുവാനായിട്ട്
ഇടയാകും എന്ന് ഞാൻ അവർ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോഴും ഞാനത് പലരോടും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ളവർ വരുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചു വരുമ്പോഴൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ദമ്പതികൾ വന്നു. അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തവരാണ്. ഞാൻ അവരോട് പറഞ്ഞു, അവർ പല ട്രീറ്റ്മെൻറ്റിനും പോയിട്ടുണ്ട്. എങ്കിലും ഒടുവിൽ അവർ ആശ്രയം വെച്ചത് കർത്താവിലാണ്. ഇനി എങ്ങും ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, വിശുദ്ധ കുർബാന മുന്നിലിരുന്നു കൊണ്ട് ഒരു 9 ദിവസം ജപമാല ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരെ ഒരു ദമ്പതി ധ്യാനത്തിന് പറഞ്ഞു വിട്ടു. തിരിച്ചു വരുന്നത് ഭയങ്കര ശാന്തവാദിയോട് കിടന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ അവൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനത് ഓർക്കുന്നതാണ്, ഈ ജപമാല ചൊല്ലി അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ സാന്നിധ്യം അവർക്ക് ലഭിച്ചു എന്ന് അവർക്കും ബോധ്യപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അവർ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു ദൈവവിശ്വാസം ഈ ജപമാല ചൊല്ലിയപ്പോൾ അവർക്ക് കിട്ടി എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ തകരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ജപമാല ചൊല്ലുന്ന കടന്നു വന്ന് നോക്കിക്കേ, ഈശോയിൽ നിന്ന് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എനിക്കത് പറയാനുള്ളത് കാര്യം. ഈ ജപമാല അത് വെറും ഒരു കരുക്കൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ കൊടുത്ത വെറും മാല മാത്രമല്ല അത്. ഈ ജപമാല സ്ഥിരമായിട്ട് ഒരാൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് പ്രാർത്ഥന കൊണ്ട് അതിന് പവർ നിറയാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ജപമാലകൾക്ക് ഒരുപക്ഷെ വേറൊരു ഭംഗിയുള്ള ജപമാല കാണുമ്പോൾ അത് മേടിച്ചേക്കാം. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ സ്ഥിരമായിട്ട് ജപമാല ഉപയോഗിക്കുമ്പോൾ അത് പ്രാർത്ഥിച്ച് ആ ജപമാലയ്ക്ക് ഒരു പവർ നിറയാറുണ്ട്. അതുപോലെ തന്നെ ആ ജപമാലയ്ക്ക് ഒരു ആത്മീയ സുഗന്ധം കിട്ടാറുണ്ട്. അത് പരിശുദ്ധ നമ്മുടെ സാന്നിധ്യം നമുക്ക് തരുന്നതാണ്. അങ്ങനെ സ്ഥിരമായി പ്രാർത്ഥിച്ച് ആ ജപമാലയ്ക്ക് പ്രാർത്ഥനയുടെ പവർ കിട്ടുമ്പോൾ അത് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുള്ള ഒരാൾക്ക് നിങ്ങളൊന്ന് കൊടുത്തു നോക്കിക്കേ, അതിനകത്ത് ഭയങ്കരമായ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ജപമാലയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ പവറാണ്. മോശയുടെ കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ വടിയെടുക്ക്, അത് അത്ഭുതം ചെയ്യും. ഇന്ന് നമുക്ക് അത്ഭുതം ചെയ്യാൻ ദൈവം തന്നിരിക്കുന്ന കാര്യം ഇതാണ്. സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ജപമാല കൊണ്ട് ആർക്കെങ്കിലും ആ പ്രാർത്ഥിച്ച് കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതപ്പം ചെയ്യും. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളത് ഉയർത്തി ആർക്കെങ്കിലും നിങ്ങൾക്ക് കൊടുത്താലോ അത് വെച്ചുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ അത്ഭുതം കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറയാൻ പറ്റുക. അതിനാൽ ഈ ജപമാല, ഈ കയ്യിൽ പിടിക്കുന്ന ഈ ജപമാല അത് അത്ഭുതം ചെയ്യുന്ന, പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. എൻ്റെ ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുന്നതാണ്. മരണശൈലിയിലായിരിക്കുന്ന ഒരു അമ്മയുടെ കരങ്ങളിൽ അവരെന്നോട് ആവശ്യപ്പെടും ജപമാല തരാമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ജപമാല മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ജപമാല ഞാൻ അവർക്ക് കൊടുത്തു. അവരത് കുറച്ച് നേരം വെച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ശാന്തമായി മരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് വെറും ഒരു മാലയല്ല. ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കരങ്ങളിൽ പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ജപമാലയെ മാറ്റുകയാണ്, പ്രാർത്ഥനയുടെ മാലയെ മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ആ ഒരു ജപമാല പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ മാലയായി നിങ്ങളുടെ കരങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളെ സമർത്ഥമായിട്ട്